നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോർക്കളമൊരുങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ജില്ലയിൽ നിലവിൽ വന്നു. പരാതികൾ അറിയിക്കാൻ C.Vigil മൊബൈൽ ആപ്ലിക്കേഷൻ. വൈദ്യുത പോസ്റ്റ് വാടക അന്യായമായി വർദ്ധിപ്പിക്കുന്ന KSEB നടപടി പ്രതിഷേധവുമായി കേബിൾ TV ഓപ്പറേറ്റർമാർ. KSEB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വടക്കനാട് കൊമ്പന് കൂച്ചുവിലങ്ങിട്ട് വനം വകുപ്പ്. കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലടച്ചു. കൊമ്പനെ പിടികൂടിയ വനം വകുപ്പിന് അഭിനന്ദനവുമായി വടക്കനാടൻ ജനത. കൊമ്പനെ പിടികൂടാൻ സഹായിച്ചത് കേരളത്തിന്റെ സ്വന്തം കുങ്കിപ്പട. BJP ഉത്തരമേഖല പരിവർത്തന യാത്രയ്ക്ക് ബത്തേരിയിൽ സമാപനം. സമാപന സമ്മേളനം BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കവർച്ചാ കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. വൈത്തിരി തലിപ്പുഴ സ്വദേശി ഷാനിബാണ് കൽപ്പറ്റ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. വേനൽ കനത്തു. മേപ്പാടിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. എളമ്പലരി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ കുടിവെള്ള പദ്ധതി പ്രവർത്തനവും താറുമാറായി. വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചതും തുടരുന്നതുമായ സർക്കാർ പദ്ധതികളും വെള്ളപ്പൊക്കം, വരൾച്ച മുതലായ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങളും തുടരാമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും നിർബന്ധമായും പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്നും വയനാട് ജില്ലാ കളക്ടർ AR അജയകുമാർ പറഞ്ഞു. പരാതികൾ അറിയിക്കാൻ C.Vigil എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷനും വാഹനങ്ങൾ ഉപയോഗിക്കാൻ സുവിധ എന്ന മറ്റൊരു ആപ്ലിക്കേഷനും ഉപയോഗിക്കാമെന്നും കളക്ടർ പറഞ്ഞു. വയനാട്ടിൽ നിലവിൽ 5,81,245 വോട്ടർമാരാണ് ഉള്ളത്. ഞാൻ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഫോക്കസ് എന്ന് വെച്ചാൽ മാതൃകാ പെരുമാറ്റച്ചട്ടമാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, കാരണം എല്ലാ വർഷവും നിങ്ങൾ പല പ്രാവശ്യവും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അതുകൊണ്ട് എങ്കിലും ഞാനത് ഒന്നുകൂടി അത് ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചതും തുടരുന്നതുമായിട്ടുള്ള സർക്കാർ പദ്ധതികൾക്ക് തുടരാം. അതായത് ഇന്നലെയായിരുന്നു നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നത്. ഇന്നലേക്ക് മുമ്പ് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടരുന്നതിന് തടസ്സമില്ല. വൈദ്യുത പോസ്റ്റ് വാടക അന്യായമായി വർദ്ധിപ്പിക്കുന്ന KSEB നടപടി കേബിൾ TV സംയുക്ത സമരസമിതി വയനാട് ജില്ലാ KSEB ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ച് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാത്തമ്പി ഉദ്ഘാടനം ചെയ്തു. വൻകിട കമ്പനികളുടെ കടുത്ത മത്സരത്തോടൊപ്പം ഡിജിറ്റലൈസേഷനും താരിഫ് ഓർഡർ പോലുള്ള സങ്കീർണമായ നിയമങ്ങളും കേബിൾ TV മേഖലയുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം KSEBയുടെ പ്രഹരം കൂടി വന്നതോടെ കേബിൾ TV ഓപ്പറേറ്റർമാരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻകാല കുടിശ്ശികകൾ എന്ന പേരിൽ ചുമത്തിയിട്ടുള്ള വൻതുകകൾ ഒഴിവാക്കണം, വൈദ്യുത പോസ്റ്റ് വാടക കുറയ്ക്കുക, പോസ്റ്റ് വാടക കുടിശ്ശികയും പ്രതിമാസ തവണകളായി അടയ്ക്കുവാനും അനുവദിക്കുക, സംസ്ഥാന ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും ഭരണ പ്രതിപക്ഷ കക്ഷികളുടെയും നിവേദനത്തിൽ തീരുമാനമാകും വരെ പ്രതികാര നടപടികൾ ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരസമിതിയുടെ പ്രതിഷേധ മാർച്ച് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാത്തമ്പി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രളയം വന്നപ്പോൾ എല്ലാം തകർന്നടിഞ്ഞ് ജീവിതമാർഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും വയനാട്ടുകാരെ സംബന്ധിച്ചോളം ഉള്ളത്. പിന്നോക്ക ജില്ലയായ വയനാടിനെ സംബന്ധിച്ചോളം കൃഷിയെയും അതുപോലെ തന്നെ ചെറുകിട തൊഴിലുകൾ കൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കേബിൾ TV ഓപ്പറേറ്റർമാർ, നമുക്കറിയാം, ചെറുകിടക്കാർ ഒരുപാട് പേര് ഇതുകൊണ്ട് ഉപജീവനമാർഗം നയിക്കുന്നവരാണ്.
അവരൊക്കെ ഇത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ തൊഴിലുപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ എതിരെ നമുക്ക് മാറ്റം വരുത്തണം. അഷ്റഫ് മേപ്പാടി അധ്യക്ഷത വഹിച്ചു. ബെന്നി, PM ഏലിയാസ്, K ഗോവിന്ദൻ, CITU ജില്ലാ സെക്രട്ടറി UU ബേബി, DCC സെക്രട്ടറി KK അബ്രഹാം, OBC മോർച്ച പ്രസിഡന്റ് ന്യൂട്ടൺ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ഒരു സ്ഥിതി വെച്ച് രാജ്യത്തെ ആകെയുള്ള കേബിൾ ടിവിയുടെ നിരക്ക് പരിഷ്കരിക്കുക എന്നുള്ളത് പ്രായോഗികമായി നടപ്പാക്കാൻ സാധ്യതയില്ല. ഫലത്തിൽ ഈ നിരക്ക് മുഴുവനും കേരളത്തിലെ കേബിൾ ടി ഓപ്പറേറ്റർമാർ, തുച്ഛമായ വരുമാനം കിട്ടുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാർ അടയ്ക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. താരിഫ് റെഗുലേഷൻ വന്നതിന്റെ ഭാഗമായി കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ വരുമാനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 30%-എങ്കിലും ഇടിവുണ്ടായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമയത്തിലാണ് ഓപ്പറേറ്റർമാരുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു ഭീഷണി എന്ന നിലയിൽ ഈ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ നേരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ള മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ വരുന്നത് നമുക്കറിയാം 400 രൂപയാണ്. കൂടാതെ പഞ്ചായത്തുകളിൽ അത് 200 രൂപയുമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ അയൽ സംസ്ഥാനമായ കർണാടക, അതുപോലെ ഒറീസ, അതുപോലെ ഗുജറാത്ത് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും സൗജന്യമായിക്കൊണ്ട് ഓപ്പറേറ്റർമാർക്ക് കേബിൾ വലിക്കുന്നതിനുള്ള അവകാശവും അധികാരവും കൊടുത്തിട്ടുണ്ട്. 5, 10, 15 ലക്ഷം രൂപ വരെ കുടിശ്ശികയായി അങ്ങനെ വന്ന പൈസകൾ ആണ് ഇപ്പോൾ നമുക്ക് നോട്ടീസ് വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മളെ കൊണ്ട് കുടുംബം വിറ്റിട്ട് പോലും അടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഈ കേബിളുകൾ എന്ന് പറയുന്നത് കേബിൾ ഓപ്പറേറ്റർമാരുടേതാണെങ്കിലും ഇതൊരു പൊതു സ്വത്ത് ആയി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. അപ്പൊ സാധാരണക്കാരൻ TV കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേബിൾ ഒരു ദാക്ഷിണ്യം കൂടാതെ മുറിച്ചു മാറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അവൻ ഒരു സാമൂഹ്യ വിരുദ്ധനാണ്. ഇത് ഞാൻ പറയുമ്പോൾ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചല്ല പറയുന്നത്. വളരെ എണ്ണപ്പെട്ട, വളരെ ചുരുക്കം 100-ൽ 1-2 പേർ ഇതുപോലെ ഒരു പ്രതികാര നടപടികളുമായി മുന്നോട്ട് വരുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. ഒടുവിൽ കൊമ്പൻ കൂട്ടിലായി. വടക്കനാട് കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലടച്ചു. 2 ദിവസത്തെ ദൗത്യത്തിന് ഒടുവിലാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടെ കൊമ്പനെ പിടികൂടിയത്. തുടർന്ന് മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ച കൊമ്പനെ കൊട്ടിലാക്കി. വടക്കനാടും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുകയും 2 ആളെ കൊലപ്പെടുത്തുകയും ചെയ്ത വടക്കനാട് കൊമ്പനെയാണ് വനംവകുപ്പ് പിടികൂടി കൂട്ടിലടച്ചത്. ഇന്ന് പുലർച്ചെ ചെമ്പരത്തിമൂല വനമേഖലയിൽ വെച്ചാണ് മയക്കുവെടി വെച്ചത്. വടക്കനാട് പണയമ്പത്ത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പുലർച്ചെ കൊമ്പനെ ട്രാക്ക് ചെയ്തെങ്കിലും പിന്നീട് ചെമ്പരത്തിമൂല വനമേഖലയിലേക്ക് മാറുകയായിരുന്നു. ഇവിടെ നിന്നുമാണ് കൊമ്പനെ മയക്കുവെടി വെച്ചത്. തുടർന്ന് 2 മണിക്കൂർ സമയമെടുത്താണ് കൊമ്പനെ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റിയത്. പിന്നീട് 10 മണിയോടെ മുത്തങ്ങ ആനക്കൊട്ടിലേക്ക് കൊമ്പനെ കൊണ്ടുപോയി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ കൊമ്പനെ കയറ്റി. 25-നും 30-നും ഇടയിൽ പ്രായമുണ്ട് വടക്കനാട് കൊമ്പന്. പൂർണ്ണ ആരോഗ്യവാനായ കൊമ്പനെ നിരീക്ഷിച്ച ശേഷം അർദ്ധവന്യജീവി ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് CCF B അഞ്ജൻകുമാർ പറഞ്ഞു. ഒരു നാച്ചുറൽ ലൈഫ് ലീഡ് ചെയ്യുന്ന രീതിയിൽ നമ്മളാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുങ്കിയാനൊക്കെ അത്തരത്തിലുള്ള കുങ്കിയാന എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ല. കാരണം ആനകൾ നമ്മൾ എന്താണ് ചട്ടം പഠിപ്പിക്കുന്നത് അത് നന്നായി ഉൾക്കൊള്ളിച്ച് പഠിച്ച് വരുവാണെങ്കിൽ തന്നെ കുങ്കിയായി മാറും. പിന്നീട് അത് പെർഫോമൻസ് ആണ്. നമ്മൾ ഒരു 1-2 ഓപ്പറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുങ്കി എന്ന് പറയാൻ പറ്റും. നമുക്ക് ആനകൾ ട്രെയിൻ ചെയ്യാം, പക്ഷെ കുങ്കിയാക്കുന്നത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇതിനിപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മൾ കുങ്കി ആക്കാനെന്നല്ല, നമുക്ക് ജസ്റ്റ് വി വിൽ മേക്ക് ഇറ്റ് ടു സർവൈവ് ഇൻ ദറ്റ് സെമി വൈൽഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എന്നാൽ നമ്മുടെ ഒരു വേറെ ആനകളിപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, അത് കാട്ടിൽ പോവാം, അവിടെ ഭക്ഷണം എടുക്കാം, അങ്ങനെ രീതിയിൽ, പക്ഷേ അണ്ടർ ദി കൺട്രോൾ ഓഫ് ചെയിൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. വടക്കനാട് കർഷക ജനതയുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു കൊമ്പനെ പിടികൂടുക എന്നത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വടക്കനാട് ജനതയുടെ ഉറക്കം കെടുത്തിയ കൊമ്പനെ പിടികൂടിയ വനംവകുപ്പിന് വടക്കനാട് ജനതയുടെ അഭിനന്ദനം. ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ശേഷമാണ് കൊമ്പനെ വനംവകുപ്പ് പിടികൂടിയതെങ്കിലും വടക്കനാട് കർഷക ജനത വനംവകുപ്പിന്റെ ഉദ്യമത്തിന് അഭിവാദ്യം അർപ്പിച്ചു. തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിച്ച വടക്കനാട് കൊമ്പനെ പിടികൂടിയ വനംവകുപ്പിന് വടക്കനാട് കർഷക ജനത അഭിവാദ്യമർപ്പിച്ചു. കൊമ്പനെ പിടികൂടി ലോറിയിൽ കയറ്റി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും വഴി
മൂന്നാം മൈൽ ചെക്ക് പോസ്റ്റിന് സമീപമെത്തിയാണ് വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി അഭിവാദ്യം അർപ്പിച്ചത്. കൂട്ടിലടച്ചൊരു വനം വകുപ്പിൻ ആയിരം അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് 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 സിന്ദാബാദ്. കൊമ്പൻ സ്ഥിരമായി കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിനാൽ കർഷക ജനതയും വനംവകുപ്പും തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴും വിള്ളൽ സംഭവിച്ചിരുന്നു. പ്രതിഷേധങ്ങളും സമരങ്ങളും സ്ഥിരമാവുകയും ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ടായതോടെ വനംവകുപ്പ് തന്നെ കൊമ്പനെ പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊമ്പനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഈ വിവരം അറിഞ്ഞയുടൻ സമരസമിതി ഭാരവാഹികളടക്കം എത്തിയാണ് വനംവകുപ്പിന് അഭിവാദ്യം അർപ്പിച്ചത്. ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഭയവിഹ്വലരാക്കി മുൻപോട്ട് പോയ വടക്കനാട് കൊമ്പൻ എന്ന കൊലയാളിയായ ആനയെ പിടികൂടാൻ വനം വകുപ്പ് കാണിച്ച മനസ്സിന് ഈ അവസരത്തിൽ വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതിയുടെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകാതെ വളരെ മുൻകരുതലെടുത്തുകൊണ്ട് വനം വകുപ്പ് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വനം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് ഗ്രാമസംരക്ഷണ സമിതി നേതൃത്വം നൽകുമെന്നും അതിന് വനം വകുപ്പ് മുൻകൈയെടുത്ത് മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്ത് മുൻപോട്ട് പോകണമെന്നുമാണ് ഈ അവസരത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാം. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വടക്കനാട് കൊമ്പനെ പിടികൂടിയത് വനംവകുപ്പിന്റെ കൂട്ടായ്മയുടെ വിജയം. മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് കൊമ്പനെ തളച്ച് കൂട്ടിലാക്കിയത്. CCF തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. 2 ആളെ വകവരുത്തി. കൃഷിയിടങ്ങളിൽ പതിവായി ഇറങ്ങി വിളകൾ നശിപ്പിക്കൽ, തുരത്താൻ ശ്രമിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കൽ തുടങ്ങി എല്ലാവിധ അക്രമ സ്വഭാവവും കാണിച്ച കൊമ്പനെ അതിസാഹസികമായാണ് വനംവകുപ്പ് കീഴടക്കി കൂട്ടിലാക്കിയത്. ഇത് ഇവരുടെ കൂട്ടായ്മയുടെ വിജയം കൂടിയാണ്. ഞായറാഴ്ച പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ ദൗത്യം ഉച്ചയ്ക്ക് 2 മണിയോടെ ഉപേക്ഷിച്ചുവെങ്കിലും പിന്തിരിയാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. പിന്നീട് പുലർച്ചെ 2 മണിവരെ ആനയെ നിരീക്ഷിക്കുകയും തുടർന്ന് പിടിക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കുകയുമായിരുന്നു. ഇതിന്റെ ഫലം ഇന്ന് പുലർച്ചെ 6 മണിയോടെ ഉണ്ടായി. ഈ സമയത്താണ് ആനയെ മയക്കുവെടിവെച്ച് വരുതിയിലാക്കിയത്. തുടർന്ന് അതിസാഹസികമായി കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ ലോറിയിൽ കയറ്റി മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ചു. പിന്നീട് കഠിന ശ്രമത്തിലൂടെ കൊമ്പനെ കൂട്ടിലടയ്ക്കുകയായിരുന്നു. മുഖ്യ വനപാലകൻ B. അഞ്ജൻകുമാറിന്റെ നേതൃത്വത്തിൽ 100ഓളം വനപാലകരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആനയെ കിലോമീറ്ററുകളോളം പിന്തുടർന്ന് മയക്കുവെടിവെച്ച് പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയാണ്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വടക്കനാട് കൊമ്പനെ പിടികൂടി കൂട്ടിലടയ്ക്കാൻ വനംവകുപ്പിനെ സഹായിച്ചത് കേരളത്തിന്റെ സ്വന്തം കുങ്കിപ്പട. മുൻകാലങ്ങളിൽ അയൽ സംസ്ഥാനത്ത് നിന്നുള്ള കുങ്കിയാനകളെയാണ് വനംവകുപ്പ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ പരിശീലനം സിദ്ധിച്ച മുത്തങ്ങ ആനപ്പന്തിയിലെ ആനകളായ കോടനാട് നീലകണ്ഠൻ, പ്രമുഖ, സൂര്യൻ എന്നീ ആനകളാണ് വടക്കനാട് കൊമ്പനെ പിടികൂടാൻ സഹായിച്ചത്. സംസ്ഥാനത്ത് എവിടെയായാലും ശല്യക്കാരായ കാട്ടാനകളെ തുരത്താനും പിടികൂടുന്നതിനും ഇനി വനംവകുപ്പിന് അയൽ സംസ്ഥാനങ്ങളിലെ കുങ്കിയാനകളെ ആശ്രയിക്കേണ്ടതില്ല. ഇതിനായി മുത്തങ്ങ ആനപ്പന്തിയിൽ പരിശീലനം സിദ്ധിച്ച കുങ്കിയാനകൾ തയ്യാറാണ്. ഇതിന്റെ തെളിവാണ് വടക്കനാട് കൊമ്പൻ എന്ന ഗജപോക്കിരിയെ കൂട്ടിലടയ്ക്കുന്നതിന് മുത്തങ്ങയിലെ കുങ്കിയാനകൾ വനംവകുപ്പിനെ സഹായിച്ചത്. കോടനാട് നീലകണ്ഠൻ, സൂര്യൻ, പ്രമുഖ എന്നീ കുങ്കിയാനകളാണ് കൊമ്പനെ തളയ്ക്കാൻ സഹായിച്ചത്. ഇതിൽ നീലകണ്ഠനാണ് നിർണായക പങ്കുവഹിച്ചത്. ആദ്യമായാണ് നീലകണ്ഠൻ ഇത്തരമൊരു ഉദ്യമത്തിൽ പങ്കാളിയാകുന്നത്. കൊമ്പനെ പിടികൂടുന്നതിനായി വനംവകുപ്പ് കർണാടക, തമിഴ്നാട് വനപാലകരെ കുങ്കിയാനകൾക്കായി സമീപിച്ചിരുന്നുവെങ്കിലും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മസ്ത് മാറിയ സ്വന്തം കുങ്കിയാനകളെ വെച്ച് വനംവകുപ്പ് ഉദ്യമം വിജയകരമായി പൂർത്തീകരിച്ചത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ സമ്പദ്ഘടന BJP ഭരണകാലത്ത് സുരക്ഷിതമെന്നും ഈ നില തുടർന്നാൽ 2030ഓടെ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ മുൻപന്തിയിലാകുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള. BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് നയിക്കുന്ന ഉത്തരമേഖലാ പരിവർത്തന യാത്രയുടെ സമാപന സമ്മേളനം ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ബത്തേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് PM അരവിന്ദൻ അധ്യക്ഷനായിരുന്നു. സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. 5th പൊസിഷൻ ഇൻ ദ വേൾഡ്. ആരെയാ 7ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് എത്തിയ
നടത്തിയപ്പോൾ പിന്തള്ളിയത് ആരെയാ? 200 കൊല്ലം നമ്മെ ചങ്ങലക്കിട്ട്. കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിന് പുറത്ത് കുടുംബാധിപത്യത്തിനായി വോട്ട് ചോദിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബി.ജെ.പി. ഉത്തരമേഖലാ പരിവർത്തന യാത്രയ്ക്ക് മാനന്തവാടിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൻ കണിയാരം അധ്യക്ഷനായിരുന്നു. സജി ശങ്കർ, വി രാജൻ, കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയുണ്ട് എന്ന തോന്നലുണ്ടായത് ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്. ലോകം അംഗീകരിക്കുന്നു ഇന്ത്യയെ. 2014 നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. 2014 അധികാരമേൽക്കുമ്പോ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, എന്റെ മുമ്പിൽ ഒരു പുതിയ ഇന്ത്യയുണ്ട്. ആ പുതിയ ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പാകെ സഹായഹസ്തങ്ങൾ നീട്ടുന്ന ഇന്ത്യയല്ല. ആ ഇന്ത്യ പട്ടിണി പരിവട്ടവുമുള്ള ഇന്ത്യയല്ല. ആ ഇന്ത്യ അഴിമതിയുള്ള ഇന്ത്യയല്ല. തൊഴിലില്ലായ്മയുള്ള ഇന്ത്യയല്ല. കവർച്ചാ കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളികളെ കവർച്ച നടത്തിയ പ്രതിയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയിൽ കൽപ്പറ്റ സ്റ്റേഷനിലാണ് സംഭവം. വൈത്തിരി തളിപ്പുഴ ലക്ഷം വീട് കോളനിയിലെ മായൻകര ഷാനിബാണ് സ്റ്റേഷനിലെ പാറാവുകാരനെ തള്ളിമാറ്റിയ ശേഷം ഇറങ്ങി ഓടിയത്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കി. നിരവധി കേസുകളിൽ പ്രതിയാണ് ഷാനിബ്. വേനൽ കനത്തു. മേപ്പാടിയിൽ ജലക്ഷാമം രൂക്ഷം. എളമ്പലേരി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ നിലവിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതി പ്രവർത്തനവും താറുമാറായി. കാരാപ്പുഴ കേന്ദ്രീകരിച്ചുള്ള കുടിവെള്ള പദ്ധതി എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. മറ്റ് മിനി പദ്ധതികളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടി വരുന്നത്. ടൗണിലും പരിസരത്തും കുടിവെള്ളം എത്തിച്ചിരുന്ന എളമ്പലേരി പദ്ധതിയുടെ താളം തെറ്റിയിരിക്കുകയാണ്. പുഴയിൽ വെള്ളമില്ല എന്നതാണ് കാരണം. എളമ്പലേരി പദ്ധതിക്ക് മുടക്കം വന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിനായി കടൂർ ഉപാസി ഓഫീസിന് സമീപത്തായി പുതിയൊരു കിണർ, പമ്പ് ഹൗസ് എന്നിവ നിർമ്മിക്കാനുള്ള പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ 84 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണിത് നടപ്പാക്കുന്നത്. അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ടാങ്ക് കുന്നിലെ ടാങ്കിലെത്തിച്ച് ടൗണിലും പരിസരത്തും വിതരണം നടത്തുകയാണ് ലക്ഷ്യം. അത് കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. മേപ്പാടിയിലെ ദുരിതപൂർണമായി നീങ്ങുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കടൂരിൽ നിർമ്മിച്ച കിണറാണിത്. എളമ്പലേരിയിൽ നിന്നും വരുന്ന കുടിവെള്ളത്തിന് തടസ്സം നേരിട്ടാൽ അതിനൊരു ബദൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ പുതിയ ഒരു കാഴ്ചപ്പാടിൽ നിർമ്മിച്ച ഈ കിണറിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ നടപ്പിൽ വരികയും മേപ്പാടിയിലെ ടൗണിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉടനുണ്ടാവുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് നാട്ടുകാരായ ഞങ്ങൾ. പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഇനിയും 1.5 മാസമെങ്കിലും എടുക്കുമെന്നാണ് കരുതുന്നത്. കാരാപ്പുഴ പദ്ധതിക്ക് ഇനിയും കാലതാമസമുണ്ടാകുമെന്ന സ്ഥിതിക്ക് ടൗൺ പരിസരങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ പദ്ധതി ഉപകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹദ് പറഞ്ഞു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സാഹചര്യം, നമ്മുടെ ഈ കാലാവസ്ഥയിൽ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നും വണ്ടിയെടുത്ത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, വാർഡുകളിൽ ആവശ്യമായിട്ടുള്ള വെള്ളങ്ങൾ എത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിലത് 100% ആയിട്ടില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. എല്ലാവിധ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാക്സിമം നാട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതൊരു വിഷയം, നമ്മുടെ നിലവിലെ കുടിവെള്ള പദ്ധതിയുടെ പഴയ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയുള്ള ടാങ്കിലേക്ക് 84 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് തന്നെ ഒരു കുടിവെള്ള പദ്ധതി പൂർത്തി ചെയ്യാൻ പോകുന്നു. അവസാനം ഒരു 1.5 മാസം കൊണ്ട് പൂർത്തിയാവും. 14-ാം വാർഡിലെ കടൂർ ഭാഗത്ത് ഉപാസി റോഡിൻ്റെ അപ്പുറത്ത് എസ്റ്റേറ്റിൻ്റെ സ്ഥലം വിട്ടു നൽകുകയും ആ സ്ഥലത്ത് നിന്ന് തന്നെ അവിടെ 6 മീറ്ററോളം വരുന്ന വലിയ റിങ് ചെക്ക് ഡാം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാവാനായി ടാങ്കറിലുള്ള വെള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ ജനങ്ങളുടെയും ആവശ്യത്തിന് ഉപകരിക്കില്ല. കടൂർ പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. അമ്പലവയൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് MSDP ഫണ്ടായ 1.5 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം NP കുഞ്ഞുമോൾ, അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ, വൈസ് പ്രസിഡന്റ് PM തോമസ്, P വാസുദേവൻ, ജയാമുരളി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 1000 ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യം ഈ ഗവൺമെൻറ് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6000-ഓളം വരുന്ന പുതിയ പോസ്റ്റുകൾ, ഡോക്ടർമാരുടെ മാത്രമല്ല, ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങി 6000-ഓളം വരുന്ന പുതിയ പോസ്റ്റുകളാണ്
ഈ കഴിഞ്ഞ 1000 ദിവസക്കാലത്തിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ മാത്രമായിട്ട് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഈ ഗവൺമെൻറ് എത്രമാത്രം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവില്ല. സംസ്ഥാന ടൂറിസം വകുപ്പ് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അമ്പലവയൽ ബത്തേരി പാതയോരത്ത് ട്രൈബൽ ഓഫീസിനടുത്താണ് ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ITDP നൽകിയ സ്ഥലത്ത് 46 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചത്. സഞ്ചാരികൾക്ക് വിശ്രമമുറി, ടോയ്ലറ്റുകൾ, കുടുംബശ്രീ മാർക്കറ്റ് എന്നിവ വിശ്രമ കേന്ദ്രത്തിലുണ്ട്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെങ്കിൽ വയനാട് കാഴ്ചകളുടെ സ്വപ്നഭൂമിയാണെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പഴശ്ശി പാർക്ക് സൗന്ദര്യവൽക്കരണം 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. OR കേളു MLA അധ്യക്ഷനായിരുന്നു. കിയോസ്ക്, നടപ്പാത നിർമ്മാണം, വൈദ്യുതീകരണം, ഡ്രെയിനേജ്, പ്ലംബിംഗ് ജോലികൾ എന്നിവയാണ് 2ാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുക. വയനാടിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കും, വയനാട് കാഴ്ചകളുടെ സ്വർഗഭൂമിയാണ്. കാടും മേടും മഞ്ഞും മലയും തടാകങ്ങളും താഴ്വാരങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന ഈ അനുഗ്രഹീത മണ്ണ് സഞ്ചാരികൾക്ക് മുന്നിൽ തുറന്നിടുന്നത് വശ്യസുന്ദരമായിട്ടുള്ള പ്രകൃതിയുടെ കുളിർമയേകുന്ന കാഴ്ചകളാണ്. ചുരം കയറിയും അതിർത്തി കടന്നും എത്തുന്നവർക്ക് വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുക്കിയാണ് ടൂറിസം ഭൂപടത്തിൽ വയനാട് വേറിട്ട് നിൽക്കുന്നത്. കേരളത്തിലെ ട്രൈബൽ ലൈബ്രറികളിലെ പ്രതിനിധികളും വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ച് മാർച്ച് 12, 13 തീയതികളിൽ കൽപ്പറ്റ പുത്തൂർവയൽ സ്വാമിനാഥൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിറവ് എന്ന പേരിൽ ഗോത്ര സാംസ്കാരിക ഉത്സവം നടത്തുമെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 രാവിലെ 10 മണിക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ചാണ് വയനാട്ടിൽ വെച്ചിട്ട് 2 ദിവസത്തെ ഗോത്ര സാംസ്കാരിക ഉത്സവം നടത്തുന്നത്. പ്രധാനമായും ഈ ആദിവാസി ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ചിട്ട് 60 ട്രൈബൽ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ആ ട്രൈബൽ ലൈബ്രറികളിലെ പ്രതിനിധികളും വയനാട്ടിൽ നിന്ന് എത്തിച്ചേരുന്ന ഗോത്ര വിഭാഗത്തിലെ ലൈബ്രറി പ്രവർത്തകരും അല്ലാത്തവരുമായ ആളുകളെ വെച്ചുകൊണ്ടാണ് ഈ 2 ദിവസത്തെ പരിപാടി. പ്രധാനമായും ഗോത്രകലകൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവർക്ക് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത് 12-ാം തീയതി രാവിലെ ആദിവാസി വിഭാഗങ്ങളായ പണിയ നായിക്ക വിഭാഗത്തിൻ്റെ വട്ടക്കളിയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. നെന്മേനി പഞ്ചായത്തിലെ 11ാമത് പ്രസിഡന്റായി UDF-ലെ CK പത്മനാഭൻ ചുമതലയേറ്റു. ഇന്ന് രാവിലെ 11 മണിക്കാണ് CK പത്മനാഭൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായതിനാൽ LDF വിട്ടുനിന്നെങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം UDF പ്രവർത്തകർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇരുവൃക്കകളും തകരാറിലായ വിദ്യാർത്ഥിനിക്ക് പെരുവക ശ്രീ മുത്തപ്പൻ മഠപുര ക്ഷേത്ര കമ്മിറ്റിയുടെ സഹായഹസ്തം. ഒണ്ടയങ്ങാടി കിഴക്കയിൽ രമേശിന്റെ മകൾ രഞ്ജിമയ്ക്കാണ് മുത്തപ്പൻ ക്ഷേത്ര കമ്മിറ്റി സഹായവുമായി എത്തിയത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് MP ശശികുമാർ, ചികിത്സാ കമ്മിറ്റി ഭാരവാഹിയും മാനന്തവാടി നഗരസഭാ കൗൺസിലറുമായ ജേക്കബ് സെബാസ്റ്റ്യന് സഹായധനം കൈമാറി. രഞ്ജിമയ്ക്ക് വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസഹായ തുക സമാഹരിക്കുന്നുണ്ട്. കണിയാമ്പറ്റ മൃഗാശുപത്രി കവല റോഡിൽ മണ്ണ് കൂട്ടിയിട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന വിധം പൊടി റോഡിൽ ഉയരുകയാണ്. നിരവധി പേർ സഞ്ചരിക്കുന്ന പാതയായിട്ടുകൂടി അധികൃതർ റോഡ് നിർമ്മാണം വേഗത്തിൽ തീർക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. 1 മാസം മുൻപാണ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി റോഡ് സൈഡിലെ മണ്ണെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചത്. മണ്ണെടുപ്പ് തുടങ്ങിയതോടെ റോഡിൽ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അതിരൂക്ഷമായ പൊടിശല്യമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതിനു പുറമെയാണ് ഇപ്പോൾ റോഡിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത ഈ വഴിയിൽ രാത്രികാലങ്ങളിൽ അപകടങ്ങൾ നടക്കുന്നത് പതിവ് സംഭവമാണ്. കഴിഞ്ഞ ദിവസം വരദൂർ സ്വദേശിയായ യുവാവിന് ഇതുവഴി വാഹനത്തിൽ യാത്ര ചെയ്യവേ മൺതിട്ടയിലടിച്ച ഗുരുതര പരിക്കേറ്റിരുന്നു. ദിനവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത്. കണിയാമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂൾ, BEd സെന്റർ, MEd സെന്റർ, ട്രൈബൽ ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ, 2 LP സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. അധികൃതരാരും ഈ അപകടാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയൊരു ഭീഷണിയായി കിടക്കുന്നൊരു പ്രശ്നമാണിത്. തിരക്ക് പിടിച്ച റോഡാണ്. കുട്ടികൾ, BEd കുട്ടികളുണ്ട്,
പിന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ട്, പിന്നെ ഹൈസ്കൂളാണ് ഇവിടെ, അതിലെല്ലാം പോകുന്ന മക്കളുണ്ട്. ഒരു ഭയങ്കര തിരക്കാണ് ഇവിടെ. ഈ റോഡ് ഏത് സമയം തിരക്കുള്ള റോഡാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ വളവ് ആയതുകൊണ്ട് ഈ ശ്രദ്ധയിൽപ്പെടുന്നില്ല. രണ്ട് ഭാഗം കാരണം വണ്ടി ഇപ്പുറത്ത് വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ സ്ഥലം കാണുന്നത്. അതെ, പ്രൈവറ്റ് ബസ് കംപ്ലീറ്റ് എതിരെ വരുന്ന വണ്ടിക്കാർ അവിടുന്ന് വരുന്ന വണ്ടിയും കാണൂല. ഇത് രണ്ടും കൂടി വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കുന്നത്. നിത്യേന ഞങ്ങൾ നിത്യം കാണുന്ന അപകടം. ഇപ്പം ഇന്നലെ തന്നെ ഒരു ആക്സിഡൻ്റ് ആയിട്ടൊരു കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. വലുതൂരുള്ള ഒരു കുട്ടി ഹോസ്പിറ്റലിലാണുള്ളത്. ഇന്ന് രാവിലെയും ആക്സിഡൻ്റ് ഉണ്ടായി. ഇതിപ്പോൾ ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ധാരാളം കുട്ടികൾ സ്കൂളിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. അല്ലാതെ നിത്യേന ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഹൈസ്കൂളും BEd സെൻറ്ററും എല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ തൊട്ട് തന്നെയാണ്. അപ്പോൾ ഈ വളവ് ഒരു വല്ലാത്തൊരു അപകടം പിടിച്ചൊരു വളവ് തന്നെയാണ്. അതിന് പുറമെ ഈ ഒരു കുനുമുക്കുരു എന്ന് പറഞ്ഞ പോലെ ഇവിടെ കുറേ മണ്ണും കൂട്ടിയിട്ടുണ്ട്. പ്രദീപ് പ്രയാഗ്, വയനാട് വിഷൻ, കമ്പളക്കാട്. മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണ ചടങ്ങ് നടന്നു. ദീപം സമർപ്പണത്തിന് മുന്നോടിയായി നടന്ന ഭക്തജന സദസ്സിൽ B. സുരേഷ് ബാബു അധ്യക്ഷനായി. PK സുധാകരൻ, V. കേശവൻ, NP ചന്ദ്രൻ, K. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് ദീപം തെളിയിക്കാനായി ക്ഷേത്രത്തിൽ എത്തിയത്. CPIM കൽപ്പറ്റ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥയ്ക്ക് മൂപ്പൈനാട് നെടുങ്കരണയിൽ സ്വീകരണം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ മുഹമ്മദ് അലി അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ PF മുഹമ്മദ്, വൈസ് ക്യാപ്റ്റൻ M. മധു തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 9 കോട്ടത്തറയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. കോൺഗ്രസാണ് അധികാരത്തിൽ വന്ന് ഇന്ത്യ രാജ്യത്തിൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നെഹ്റുവിൻ്റെ കാലം വരെ കഷ്ടിച്ചൊത്തിച്ചു പോയി. അതിനുശേഷം ഇങ്ങോട്ട് മുസ്ലിം സമൂഹമടക്കം മതന്യൂനപക്ഷങ്ങൾക്ക്, ദളിതന്മാർക്ക്, പിന്നോക്ക വിഭാഗക്കാർക്ക്, അവർണർക്ക് എന്ത് രക്ഷയാണ് ഇന്ത്യ രാജ്യത്തുണ്ടായത്? അതുകൊണ്ടല്ലേ അവർ പണ്ടത്തേക്കാൾ മോശപ്പെട്ട സ്ഥിതിയിൽ ഇന്നും ഇന്ത്യയിൽ നിൽക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പോർക്കളമൊരുങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ജില്ലയിൽ നിലവിൽ വന്നു. പരാതികൾ അറിയിക്കാൻ C.Vigil മൊബൈൽ ആപ്ലിക്കേഷൻ. വൈദ്യുത പോസ്റ്റ് വാടക അന്യായമായി വർദ്ധിപ്പിക്കുന്ന KSEB നടപടി പ്രതിഷേധവുമായി കേബിൾ TV ഓപ്പറേറ്റർമാർ. KSEB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വടക്കനാട് കൊമ്പന് കൂച്ചുവിലങ്ങിട്ട് വനം വകുപ്പ്. കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലടച്ചു. കൊമ്പനെ പിടികൂടിയ വനം വകുപ്പിന് അഭിനന്ദനവുമായി വടക്കനാടൻ ജനത. കൊമ്പനെ പിടികൂടാൻ സഹായിച്ചത് കേരളത്തിന്റെ സ്വന്തം കുങ്കിപ്പട. BJP ഉത്തരമേഖല പരിവർത്തന യാത്രയ്ക്ക് ബത്തേരിയിൽ സമാപനം. സമാപന സമ്മേളനം BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കവർച്ചാ കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. വൈത്തിരി തളിപ്പുഴ സ്വദേശി ഷാനിബാണ് കൽപ്പറ്റ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. വേനൽ കനത്തു. മേപ്പാടിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. എളമ്പലരി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ കുടിവെള്ള പദ്ധതി പ്രവർത്തനവും താറുമാറായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.